ഇന്ന് അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലനെ അനുസ്മരിക്കാൻ നിർമ്മാതാവും ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ് കുമാർ, ഒരുപക്ഷെ നമുക്കറിയാം കലാമൂല്യ സിനിമകളുടെ നിർമ്മാതാവിനെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. എങ്ങനെ താങ്കൾ അനുസ്മരിക്കുന്നു? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ 1982 മുതൽ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ, ഞാൻ ബാലനെക്കാട്ടിലും കുറച്ച് സീനിയർ ആണെങ്കിൽ കൂടി സിനിമയിൽ അദ്ദേഹം എന്നെക്കാട്ടിലും ഒരു വയസ്സിന് മൂത്ത 1-2 വയസ്സിന് മൂപ്പുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ 82 മുതൽ ഒരുമിച്ച്, ഞാൻ ആദ്യം ബാലനെ കാണുന്നത് പുള്ളി ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറഞ്ഞ പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനായിട്ട് മദ്രാസിൽ വരുമ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ചലച്ചിത്ര പരിഷത്തിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. അന്ന് മുതലൊരു ബന്ധമാണ്. ഇങ്ങോട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങളുടെ ബന്ധം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിച്ചു. പിന്നെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒത്തിരി സിനിമകൾ, ഞങ്ങൾ ഈ തിരുവനന്തപുരം ബെൽറ്റ് എന്ന് ഞങ്ങൾ പറയുന്ന അന്ന് ഒത്തിരി സിനിമകൾ ഒരുമിച്ച് ചേർന്ന് എടുത്ത ഒരു സമയമായിരുന്നു അന്ന്. അതിൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആനന്ദേട്ടൻ നിർമ്മിച്ച ദീൻ തരികിട ദോം എന്ന് പറയുന്ന സിനിമ, പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിച്ച ഹലോ മൈ ഡിയർ റോങ് നമ്പർ, പിന്നെ രഞ്ജി മാത്യുവും ഞാനും എല്ലാം കൂടെ ചേർന്ന് നിർമ്മിച്ച ആരംഭളസരം കിന്നരം എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ ബാലൻ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ബാലൻ സജീവമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ രംഗത്തും പ്രൊഡക്ഷൻ രംഗത്തും ഇറങ്ങി ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. പുള്ളി കലാമൂല്യമുള്ള ചിത്രങ്ങൾ നോക്കി എപ്പോഴും പോകുന്ന അങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി ആദാമിൻ്റെ വാരിയല് പോലുള്ള കലാമൂല്യമുള്ള KG ജോർജിൻ്റെയും ഭരതൻ്റെയും പത്മരാജൻ്റെയും സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങൾ. അപ്പം അങ്ങനത്തെ സിനിമകൾ നോക്കിയായിരുന്നു ബാലൻ സിനിമകളും സെലക്ട് ചെയ്ത് പോകുമായിരുന്നു. പിന്നാണ് കമേഴ്സ്യൽ സിനിമകളിലേക്ക് പുള്ളി ഈ ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് കൈപൊള്ളിയപ്പോഴാണ് കമേഴ്സ്യൽ സിനിമകളിലേക്ക് പുള്ളി വരുന്നത്. പത്താം ഉദയം എന്ന് പറഞ്ഞ നമ്മുടെ പത്താം ഉദയം എന്നാണ് എൻ്റെ ഓർമ്മ, നമ്മുടെ ശശികുമാർ സാറ് ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ. അതിൽ അദ്ദേഹം നിർമ്മിക്കുകയും അതിൽ നല്ല കാശ് കിട്ടുകയും ഒക്കെ ചെയ്തു. മോഹൻലാൽ അഭിനയിച്ച സിനിമയാണത്. അപ്പോൾ അതുപോലത്തെ സിനിമകൾ പിന്നെ അദ്ദേഹം നിർമ്മിക്കാൻ തുടങ്ങി. ഒത്തിരി പടങ്ങൾ, നല്ല കലാമൂല്യമുള്ള സിനിമകൾ റിലീസ് ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പത്മരാജൻ ചേട്ടനും ഭരതേട്ടനും KG ജോർജ് സാറും ഒക്കെ. അപ്പം അവരുമായിട്ടുള്ള ഒരു സഹവാസത്തിൽ പുള്ളി എപ്പോഴും കലാമൂല്യമുള്ള സിനിമകളെക്കുറിച്ചാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സിനിമകളിലേക്ക് പോകുമ്പോൾ പുള്ളിയുടെ താല്പര്യം അങ്ങനായിരുന്നു. ഞങ്ങൾ കമേഴ്സ്യൽ സിനിമയിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ പുള്ളിയുടെ താല്പര്യം ഇങ്ങനത്തെ ഒരു കലാമൂല്യമുള്ള സിനിമകൾ. അപ്പോൾ കലയെ സ്നേഹിക്കുകയും പുള്ളി ഒരു നല്ലൊരു കലാകാരനായിരുന്നു. എന്ന് വെച്ചാൽ നന്നായിട്ട് പാടും, എന്ന് വെച്ചാൽ നാടൻ പാട്ടുകളൊക്കെ നന്നായിട്ട്, കടമിട്ടയുടെ കവിതകളൊക്കെ എപ്പോഴും പാടുന്ന ഒരു ഞങ്ങളൊക്കെ ഒത്തുകൂടുമ്പോൾ ബാലൻ അങ്ങനെ ആയിരുന്നു. പിന്നെ എല്ലാവരെയും ഒരു വലിയൊരു സൽക്കാരപ്രിയനായിരുന്നു. വീട്ടിൽ ചെല്ലുന്ന നേരം എല്ലാവരും സൽക്കരിക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു വലിയൊരു ഹോബിയായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാ രീതിയിലുള്ള ഫുഡും ഉണ്ടാക്കി തരിക. അതിന് പ്രത്യേകം നന്ദി പറയേണ്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിതയോടാണ്. എന്ന് വെച്ചാൽ അനിത ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ശാപ്പാട് വിളമ്പി തന്നു. പുള്ളി ആദ്യം കവടിയാറിൽ ജവഹർനഗറിലാണ് താമസിച്ചത്, പിന്നാണ് ഇപ്പം വഴുതക്കാട്ടിലോട്ട് താമസം മാറ്റിയത്. അപ്പോഴും ഒക്കെ വീട്ടിലും ഫ്ലാറ്റിലും ഒക്കെ ആണെങ്കിലും എപ്പോഴും കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു 6 മാസം മുമ്പാണ് ഞാനും സുരേഷ് ഗോപിയും എല്ലാവരും രഞ്ജിത്തും എല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോവുകയും ഞങ്ങൾ ഒരുമിച്ച് വൈകിട്ട് ഡിന്നർ കഴിച്ച് പിരിയുകയൊക്കെ ചെയ്ത ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എന്ന് വെച്ചാൽ വളരെ അദ്ദേഹത്തിന് സുഖമില്ലാത്ത സമയത്തും ഞങ്ങളെ വിളിച്ച് സൽക്കരിക്കുമായിരുന്നു. അതായിരുന്നു ഗാന്ധിമതി ബാലൻ. പോരാത്തതിന് എല്ലാ സാംസ്കാരിക മേഖലകളിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും തിരുവനന്തപുരത്ത് പുള്ളി ഞങ്ങളുടെ കൂടെ നിന്ന് മുമ്പിൽ നിന്ന് ഞങ്ങളെയൊക്കെ നയിച്ചുകൊണ്ടായിരുന്നു പുള്ളി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും വലിയൊരു സംഭവം തോന്നിയെന്ന് വെച്ചാൽ 1995 അമ്മയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ബില്ല് നടത്തുമ്പോൾ ഷോ 95 എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രോഗ്രാം നടത്തി. തിരുവനന്തപുരത്തും എറണാകുളത്തും കാലിക്കറ്റിലുമാണ് ഈ ഷോ 95 നടത്തിയത്. ഈ ഷോ 95 നടത്തുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് കാശ് കണ്ടെത്തി അത് അവർക്ക് ഒരു ഫണ്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളെല്ലാവരും പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും പുള്ളിയാണ് ഞങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച് പുള്ളി അത് ചെയ്യുമായിരുന്നു. അന്ന് കുറേ പൈസ അമ്മയ്ക്ക് കിട്ടി. അതാണ് അമ്മയുടെ ഒരു തുടക്കം. അന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇന്നത്തെ പോലെ ഒന്നും പെട്ടെന്ന് ഓർഗനൈസ് ചെയ്യാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആളാണ് ഗാന്ധിമതി ബാലൻ. മാത്രമല്ല ഭയങ്കര ഒരു സുഹൃത്ത് ബാലൻ. എവിടെ ചെന്നാലും തിരുവനന്തപുരത്ത് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഗാന്ധിമതി ബാലൻ്റെ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ വിനോദം
ഏറ്റവും നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ നമ്മുടെ അടുത്ത് പറയും, അണ്ണ, എന്നെ അണ്ണാന്ന് വിളിക്കും, ഞാനും അങ്ങോട്ട് അണ്ണാന്നാണ് വിളിക്കുന്നത്. നമുക്ക് ബാലരാമപുരത്ത് പോയി മട്ടൻ കഴിക്കാം, അവിടെ പോയി ചിക്കൻ കഴിക്കാം, ഇന്നടത്തൊരു ചിക്കൻ കിട്ടും. അപ്പോൾ പുള്ളി പറയുന്നത് കൃത്യമായിരിക്കും. അവിടെ ചെന്നാൽ അവിടുത്തെ ഫുഡ് ഏറ്റവും നല്ലതായിരിക്കും. ഞങ്ങളൊക്കെ ചില സമയത്ത് MG റോഡിൽ കൂടെ പോകുമ്പോഴോ ഒക്കെ ബാലണ്ണനെ വിളിക്കും, അണ്ണാ എവിടെയാണ് നല്ല ഫുഡ് കിട്ടുന്നത്, നിങ്ങൾ ഏത് റൂട്ടിലാണ് പോണേ? ഇപ്പോൾ ഇന്ന റൂട്ടിലാണെങ്കിൽ ഇന്ന കട ഇന്ന സ്ഥലത്ത് ഉണ്ട്, അവിടെ പോയി കഴിക്കാൻ പറയും. അല്ലെങ്കിൽ MG റോഡിലാണെങ്കിൽ ഇന്ന സ്ഥലം എന്ന് പറയും. അപ്പോൾ പുള്ളിക്ക് കൃത്യമായിട്ട് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന ഒരാളായിരുന്നു ഗാന്ധിമതി ബാലൻ. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങളെ ഒക്കെ അവിടെ വിളിച്ചുകൊണ്ട് പോവുകയും ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു തരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സൽക്കാര പ്രിയനായിരുന്നു വളരെയധികം. പുള്ളിയുടെ സെറ്റിൽ തന്നെ പുള്ളി ഫുഡ് വിളമ്പുന്ന കാര്യത്തിൽ പുള്ളി വളരെ നിഷ്കർഷ ഉള്ള ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫുഡ് കൊടുക്കണമെന്ന് താല്പര്യമുള്ള ഒരാളായിരുന്നു ബാലൻ. അപ്പം അങ്ങനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ. ഞങ്ങൾ മദ്രാസിൽ ഒരുമിച്ച് ഞങ്ങൾ എത്രയോ നാൾ താമസിച്ചിരിക്കുന്നു. ഒരേ ഫ്ലാറ്റിൽ ഞങ്ങൾ ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിട്ടുണ്ട്. അല്ലാതെ ബാലൻ പണ്ട് സ്ഥിരം വന്നാൽ അടയാർ ഗേറ്റിലായിരുന്നു താമസം. അപ്പോഴൊക്കെ ഞങ്ങളിപ്പോൾ മദ്രാസിൽ താമസിക്കുന്ന സമയമാണ്. പുള്ളി വൈകുന്നേരങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കും. ഞങ്ങളൊക്കെ ഒത്തുകൂടുന്ന എത്രയോ സായാഹ്നങ്ങൾ ഞങ്ങളെല്ലാവരും, ഞാനും പ്രിയനും ലാലും ശ്രീകുട്ടനും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന എത്രയോ സായാഹ്നങ്ങൾ ഉണ്ട്. അപ്പം അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിപ്പം ഈ പുള്ളി ബാലണ്ണൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഞങ്ങൾക്കൊക്കെ ഒരു തീരാ നഷ്ടം തന്നെയാണ്. ശ്രീ സുരേഷ് കുമാർ, ഒരുപക്ഷെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ കാലത്ത് ഒരു സിനിമ നിർമ്മിച്ച് അത് തിയേറ്ററുകളിൽ എത്തിക്കണമെങ്കിൽ വളരെയധികം പ്രതിബന്ധങ്ങൾ കടന്നു വേണം അത്തരത്തിൽ എത്തിക്കാൻ വേണ്ടി. ഒരുപക്ഷെ നമുക്കറിയാം, ഈ ഗാന്ധിമതി ബാലൻ അദ്ദേഹത്തിന് നേരിടേണ്ട ഒരു അനുഭവം എന്ന് പറയുന്നത് സ്വന്തം സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങുന്നത് കാണേണ്ടി വന്നൊരു അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്തരത്തിൽ അതിനെതിരെ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ താങ്കളെപ്പോലെയുള്ള നിർമ്മാതാക്കൾക്കൊക്കെ തന്നെ വളരെയധികം ഒരു പ്രചോദനം കൂടിയല്ലേ അദ്ദേഹം? അല്ല, തീർച്ചയായിട്ടും. അതല്ലേ ഞാൻ പറഞ്ഞത്. ഏറ്റവും പുള്ളി വ്യാജ പതിപ്പിനെതിരെ പോയത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. പുള്ളി ഒത്തിരി കാര്യങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. ഈ സിനിമയിൽ പുള്ളി സിനിമയിൽ നിന്നുണ്ടാക്കിയ കാശ് മുഴുവൻ സിനിമയെ കൊണ്ട് കളഞ്ഞ ആളാണ്. അതിനുശേഷം പുള്ളിക്ക് റിയൽ എസ്റ്റേറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഏറ്റവും നല്ല രീതിയിൽ കാശുണ്ടാക്കുക. എന്ന് വെച്ചാൽ സിനിമയിൽ കലാമൂല്യമുള്ള സിനിമകൾ ഉണ്ടാക്കാൻ പോയാണ് ഗാന്ധിമതി ബാലൻ സിനിമയിൽ കാശ് കളഞ്ഞിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുള്ളി ഒത്തിരി നല്ല പടങ്ങൾ, ഒത്തിരി നല്ല ഡയറക്ടേഴ്സിനെ വെച്ച്, ഇപ്പം ബാലേന്ദ്ര മേനോനെ വെച്ചിട്ടും ഒക്കെ, അന്നത്തെ കാലത്ത് ബാലേന്ദ്ര മേനോനെ വെച്ച് സിനിമ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും കത്തി നിൽക്കുന്ന സമയമാണ് മേനോൻ ചേട്ടൻ. അപ്പോൾ ഇത്തിരി നേരം ഒത്തിരി കാര്യം. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പടം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതൊക്കെ തമിഴിലും മലയാളത്തിലുമായിട്ട് ബാലൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒത്തിരി സിനിമകളും ഒത്തിരി കാര്യങ്ങളും ഒത്തിരി സാംസ്കാരിക പ്രവർത്തനവും എല്ലാം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി ഈ വ്യാജപ്പതിപ്പിന് വേണ്ടിയിട്ടൊക്കെ പല സ്ഥലത്തും പല കോടതികളും പോലീസ് സ്റ്റേഷനും ഒക്കെ കയറി ഇറങ്ങിയ ആളാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന് നമ്മളെയൊക്കെ നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ബാലണ്ണൻ. അപ്പോൾ അത് വളരെ വലിയൊരു നഷ്ടമാണ് എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ള നഷ്ടമാണ്. യെസ്, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനും നിർമ്മാതാവുമായ G. സുരേഷ് കുമാറാണ് ഗാന്ധിമതി ബാലൻ്റെ വിയോഗത്തോട് അനുസ്മരണം രേഖപ്പെടുത്തിയത്.